അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും പണികളൊക്കെ ഇതാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ചെടിമൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പണിയാണ്, എനിക്കൊരു മടുപ്പില്ലാത്ത പണിയാണ് ഈ ചെടികൾ വെക്കണത് കേട്ടോ. പുതിയ തൈകൾ വെക്കുക, അതേപോലെ തന്നെ ചെടികളൊക്കെ മാറ്റി പറക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ ജർബറിൻ്റെ ചെടി നമ്മളോട് ഒരു 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു 4 കളറിൽ ഒരു 5-8 ചട്ടിയിലാക്കി ഞാൻ വെച്ചിരിക്കണം കേട്ടോ. ഇതാ അത് എപ്പോഴും പൂവും മുട്ടും ഉണ്ടാവും. ഇപ്പം അതിൽ പൂവില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ പറിച്ചിട്ടാണ് കേട്ടോ. ഒരു 1.5 വയസ്സായ ഒരാളുണ്ട്, കണ്ണ് തെറ്റിയ പൂവ് കണ്ട അപ്പോൾ അത് നല്ല കളർഫുള്ളായിട്ട് നിൽക്കല്ലേ, മഞ്ഞ, ചുവപ്പ്, റോസ്, വെള്ള ഒക്കെയാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ കണ്ണ് തെറ്റി അത് പറിച്ചിടും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പൂവൊക്കെ പറിച്ചില്ല, ഇനി നമുക്കതൊന്ന് വളമിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇടയിലുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ കൂട്ടി പിടിച്ച് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വളമിട്ട് കൊടുക്കാനും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനാണ്. ഒരു 2 ദിവസം ഇതുപോലെ കെട്ടി അങ്ങനെ നിന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഊരിയിടാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് DAP എന്ന് പറഞ്ഞൊരു വളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതാ ഈ വളമാണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ ഇതൊന്നല്ല ഇട്ട് കൊടുക്കൽ, ചിലപ്പം മറ്റേ 19 പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ വേറൊരു കളറിൽ കിട്ടും, അത് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചാണകപ്പൊടിയും വേപ്പും മണ്ണാക്കും എല്ലുപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ സിറ്റ് ഔട്ടിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനൊരു മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. സിറ്റ് ഔട്ടിലാണ് ഞാൻ ഈ ചെടികളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ചാണകപ്പൊടി ആകുമ്പോൾ നമുക്ക് നനവും തട്ടുമ്പോൾ സ്മെല്ല് വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ ഇത്ര മതി, ഒരു ചട്ടിക്ക് ഇതാ ഇത്ര മതി. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിൽ മുട്ടിട്ട് തുടങ്ങും, മുട്ടും പൂവും ഒക്കെ ഇട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അപ്പോൾ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഒരു വളം കൊടുക്കേണ്ട കാര്യമില്ല, നല്ല പൂവുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ സ്ഥലത്ത് ഇരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവിടെയൊക്കെ ഡാലിക ആവട്ടെ, ജർബർ ആവട്ടെ, അതേമാതിരിക്കന്നെ ഏത് പൂവും നല്ലോണം പൂക്കൂട്ടാ. മല്ലിയില, പുതിന അങ്ങനെയൊക്കെ ഉണ്ടാവും. മലക്കപ്പാറത്തെ കാര്യം ഞാൻ പറയുന്നത്, അവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഞാനവിടെ കുറേ കാലം നിന്നല്ലേ, അതുകൊണ്ട്. പക്ഷേ വയനാട്, മലക്കപ്പാറ അങ്ങനത്തെ എസ്റ്റേറ്റ് ഭാഗങ്ങളിലൊക്കെ നന്നായി പൂക്കളുണ്ടാവും. അതിന് വേണമെങ്കിൽ ഒരു വളം ചേർത്തി കൊടുക്കണ്ട. പക്ഷേ നമ്മളെ നാട് ഭാഗത്ത് അങ്ങനെയല്ല, ചൂട് കൂടുതലല്ലേ, അതുകൊണ്ട് ചിലപ്പം ചില കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടാണ് പൂവുണ്ടാവുക കേട്ടോ. ഇവിടെ ഞാനിങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടി വന്ന്, അതാണ് വോയിസ് കൊടുക്കാനും ആയിക്കൂല, വീഡിയോ എടുക്കാനും ആയിക്കൂല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ശേഷം.